യേശു വരുന്നെന്നിൽ വാഴാൻ. ഓ എത്ര ഭാഗ്യമതോർത്താൽ. ഓ എത്ര ഭാഗ്യമതോർത്താൽ. എൻ ദൈവമെൻ്റെ ഹൃത്തിൽ വരുന്നു, ഇതിലേറെ എന്തു വേണം. എൻ ദൈവമെൻ്റെ ഹൃത്തിൽ വരുന്നു, ഇതിലേറെ എന്തു വേണം. എനിക്കിതിലേറെ എന്തു വേണം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഞാൻ സ്വീകരിച്ചിടും രക്തശരീരങ്ങൾ നീ തന്നെയാകുന്നു. ഇതിലൂടെ നീ എനിക്കേകുന്ന സ്നേഹം അഗ്രാഹ്യമാകുന്നു. ഞാൻ സ്വീകരിച്ചിടും രക്തശരീരങ്ങൾ നീ തന്നെയാകുന്നു. ഇതിലൂടെ നീ എനിക്കേകുന്ന സ്നേഹം അഗ്രാഹ്യമാകുന്നു. ഓ എൻ്റെ നാഥാ, എൻ ഹൃദയത്തിൽ വന്നു നീ വാണിടണേ. വന്നു നീ വാണിടണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോയെ ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. രോഗത്തിന്റെ അവസ്ഥകളിലേക്ക് നമുക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. സങ്കടപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. തഴക്ക ദോഷങ്ങളിലേക്ക് അവയെ മാറ്റാനായിട്ട് ഈശോയെ കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. മറ്റുള്ളവർ മുറിപ്പെടുത്തിയ മുറിവുകളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. നിരാശപ്പെടുന്ന നമ്മുടെ ജീവിത അവസ്ഥകളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ
മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ അവസ്ഥകളിലേക്ക് ഈശോയെ ക്ഷണിക്കാം. വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക. ഏത് അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവനാണെങ്കിലും, മറ്റാർക്കും മനസ്സിലാകാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിലും, ഈശോ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മാറി മറിയും. ആ ഈശോയെ ജീവിതത്തിലേക്ക് ആവർത്തിച്ച് ക്ഷണിക്കുക. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകില്ല. ഈശോയുടെ അനുഗ്രഹം കിട്ടാതെ ഞാൻ പോകില്ല. എനിക്ക് ഈശോയെ വേണം എന്നൊരു വാശി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തോമാസ് ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറയാൻ, എൻ്റെ കർത്താവും ദൈവവുമായി നീ എൻ്റെ ഉള്ളിൽ നിറയണം എന്ന് പറയാൻ നമുക്കാകട്ടെ. പത്രോസിനോട് ഈശോ ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു ഈശോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമല്ലോ. നമ്മളോടും ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പറയാം. എൻ്റെ ഉള്ളിൽ ഈശോയെ നീ ഒന്ന് വരണേ, നീ എന്നെ ഒന്ന് തൊടണേ, ഞാൻ സൗഖ്യമുള്ളവനാകട്ടെ, സൗഖ്യമുള്ളവളാകട്ടെ. നിന്റെ സൗഖ്യം എൻ്റെ ജീവിതത്തിന് ആവശ്യമുണ്ട്. വിശ്വാസത്തോടുകൂടി ആ സ്ത്രീ നിന്റെ വിളമ്പിൽ, വസ്ത്രത്തിൻ്റെ വിളമ്പിൽ സ്പർശിച്ചപ്പോൾ നിന്റെ ശക്തി പുറപ്പെട്ടതുപോലെ നിന്നോട് ഞാൻ ചേർന്നിരിക്കുകയാണ്. നിന്റെ ശക്തി എന്നിലേക്ക് പുറപ്പെടണം. ഞാൻ ശുദ്ധിയുള്ളവനാകണം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആ ഈരടികൾ വീണ്ടും നമുക്ക് പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. വിശ്വാസത്തോടു കൂടി നമുക്ക് പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. സന്തോഷത്തോടു കൂടി പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. സൗഖ്യം കിട്ടുമെന്ന വിശ്വാസത്തോടെ പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചതേയുള്ളൂ. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു.
എന്നാലും എന്തൊക്കെയോ കുറവുകൾ അവൻ തിരിച്ചറിയുന്നു. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു കുറവ് സക്കേവൂസിന് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈശോയെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചത്. അവൻ ആ സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ ഈശോ അവനെ കാണണമെന്ന് ആഗ്രഹിച്ചില്ല. അവന് ഈശോയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൻ ആഗ്രഹിച്ചതിന് 10 മടങ്ങ് ഈശോ അവനെ കാണാനും അവൻ്റെ കൂടെ വസിക്കാനും ആഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. നാമും പലപ്പോഴും ഈശോയെ കാണണമെന്നൊരാഗ്രഹം, എല്ലാവരും ഈശോയെ കാണുന്നുണ്ട്, അനുഗ്രഹങ്ങൾ വാങ്ങുന്നുണ്ട്, ഒരുപാട് സൗഖ്യങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്, സന്തോഷം നിറഞ്ഞ ജീവിതം നയിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കും ഈശോയെ ഒന്ന് കാണണം എന്നൊരാഗ്രഹമേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ എത്രമാത്രം ആഗ്രഹത്തോടെയാണ് ഈശോ നമ്മിലേക്ക് വരുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിനക്ക് വേണ്ടി മുറിയപ്പെട്ടതാണെന്ന് ചങ്ക് തുറന്ന് കാട്ടിത്തന്ന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈശോയെ നമുക്ക് സ്നേഹിക്കാം, ഈശോയെ നമുക്ക് വിലമതിക്കാം, ഈശോയെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കാം. ഈശോ നമ്മുടെ കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കുറവുകളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിട്ട് മാറും. ഏത് ചെറിയ ബലഹീനത പോലും അവിടുന്ന് ഏറ്റെടുക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈശോയെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ആ ഈശോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തിന് അസമാധാനപ്പെടണം? ഞാനെന്തിന് സങ്കടപ്പെട്ടിരിക്കണം? ഈശോ എൻ്റെ അരികിൽ വന്നു കഴിഞ്ഞാൽ, എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും പരമപ്രധാനം. ആയിരടികൾ വീണ്ടും പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. 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 ലാസർ രോഗിയായി കഴിയുമ്പോൾ അവൻ്റെ സഹോദരന്മാർ അവർ ആഗ്രഹിച്ചില്ലേ, ഈശോ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന്. അവൻ്റെ അടുക്കലേക്ക്, അവൻ്റെ പക്കലേക്ക് ആളുകളെ അയക്കുകയും കൂടി ചെയ്തു. നീ സ്നേഹിച്ചിരുന്നവൻ രോഗിയായിരിക്കുന്നു, നീ ഒന്ന് വരണം. ഈശോ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ വരിക. ലാസർ മരിച്ച് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ അവിടെ എത്തുന്നത്. ഈശോയെ കണ്ടു കഴിഞ്ഞപ്പോൾ സഹോദരിമാർ പറഞ്ഞില്ലേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാലും ഞങ്ങൾക്കറിയാം, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, അവൻ ഉയർത്തെഴുന്നേൽക്കും. എന്തു നല്ല പ്രാർത്ഥനയാണ് അവർ ഈശോയോട് പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും നീ ഒരു വാക്കരുളിയാൽ മതി, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈശോ അവിടെ കണ്ണീർ പൊഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് ആ കല്ലറയിലേക്ക് നോക്കിയിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറയുന്നത്.
കണ്ണുനീരും ഒരു പ്രാർത്ഥനയാണ്. സങ്കടത്താൽ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ അവയും ദൈവഹിതത്തെ തൊട്ടുണർത്തും. ചില നേരങ്ങളിൽ വാക്കുകൾ നമ്മുടെ നാവിൽ വരില്ല. അത്രമാത്രം സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ കണ്ണുനീര് മാത്രമേ വരൂ. ചിലപ്പോഴെല്ലാം നാം ഈശോയുടെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നാം അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. വേറെ ഒന്നും പറയാൻ നമുക്ക് കഴിയാറില്ല. എത്രയോ രാത്രികൾ നാം കരഞ്ഞ് തളർന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പ്രാർത്ഥനയായിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈശോ പോലും കരഞ്ഞു. സ്നേഹിക്കപ്പെട്ടവനെ ഓർത്ത്, ലാസറിനെ ഓർത്ത് ഈശോ പോലും കരഞ്ഞു. അതവൻ്റെ പ്രാർത്ഥനയായിരുന്നു. കാരണം അവൻ മരിച്ചെന്ന് കേട്ടപ്പോൾ അവന് വാക്കുകൾ കിട്ടിയില്ല ആ സഹോദരിമാരെ ആശ്വസിപ്പിക്കാൻ. പക്ഷേ കണ്ണുനീര് അവൻ്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങി. അതൊരു പ്രാർത്ഥനയായിരുന്നു. നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണം. ഞാനും ഒരുപാട് നിസ്സഹായ അവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ എൻ്റെ ഉള്ളിൽ വരണം. നീ എന്നെ ഒന്ന് തൊടണം. എനിക്ക് സൗഖ്യം കിട്ടണം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ആവർത്തിച്ചു പാടാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഹെസക്കിയ രാജാവ് രോഗക്കിടക്കയിൽ മരണഭയത്താൽ വിലപിക്കുന്നുണ്ട്. ആ കണ്ണീർ പ്രാർത്ഥന കേട്ട് ദൈവം ആയുസ് 15 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നു. ഹെസക്കിയയിൽ കണ്ണീരൊഴുക്കിയാണ് ആ ഭയത്തെ അതിജീവിക്കുന്നത്. ഈശോയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കണ്ണീരൊഴുക്കിയാണ്. അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. തനിക്കെതിരെ ഉപജാപം നടത്തിയ അബ്സലോമിൻ്റെ മരണവാർത്ത കേട്ട് വിലപിച്ച പിതാവാണ് ദാവീദ്. കൈവിട്ടുപോയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇസഹാക്കിൻ്റെ മുമ്പിൽ കരഞ്ഞ മകനാണ് ഏസാവ്. തൻ്റെ മകനു വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ വന്ധ്യയാണ് ഹന്ന. നായിനിലെ ഒരു വിധവയുടെ കണ്ണീരിൽ മനസ്സലിഞ്ഞാണ് ക്രിസ്തു മകനെ പുനർജീവിപ്പിക്കുന്നത്. ജെറമിയ പ്രവാചകൻ പോലും കരയുന്നുണ്ട്. ജെറമിയ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ, എൻ്റെ ശിരസ് ഒരു കണ്ണീർത്തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. ജെറമിയ പ്രവാചകൻ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപിക്കുന്നതാണ് നമ്മൾ കേട്ടത്. എൻ്റെ ശിരസ് ഒരു കണ്ണീർത്തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയുമായിരുന്നെങ്കിൽ എൻ്റെ ജനത്തെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. കണ്ണീരിന് ദൈവസന്നിധിയിൽ ഒരുപാട് വിലയുണ്ട്. നാം ഓർക്കും, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, വാവിട്ട് കരയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കണ്ണീർ പൊഴിക്കുമ്പോൾ അതൊരു പ്രാർത്ഥന പോലെയാണ്, പ്രാർത്ഥനയായി ഉയരുന്നുണ്ട്. ദൈവം ആ പ്രാർത്ഥനകൾ കേൾക്കും, അത് തീർച്ചയാണ്. ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും നമുക്ക് അവനോട് ഉണർത്തിക്കാം.
കണ്ണുനീരൊഴുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഗുരുവിനെ തള്ളിപ്പറഞ്ഞ രാത്രിയിൽ കോഴി കൂവുന്നത് കേട്ട് പുറത്തുപോയി കരഞ്ഞ ശിഷ്യനാണ്, മനം നൊന്ത് കരഞ്ഞ ശിഷ്യനാണ് പത്രോസ്. എത്ര നിഷ്കളങ്കനായിരുന്നു പത്രോസ്. ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് ആണയിട്ട് പറഞ്ഞവനാണ്. പക്ഷെ ഒരു നിർണായക നിമിഷത്തിൽ തൻ്റെ ഒരു ബലഹീനതയിൽ അവനെ അറിയുക പോലുമില്ലെന്ന് പറഞ്ഞ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞവൻ. പക്ഷെ ഈശോയുടെ ഒരു നോട്ടം മതി അവൻ്റെ മനസ്സ് അലിയാൻ. ഈശോയുടെ ഒരു നോട്ടം, വേറെ ഒന്നും പറഞ്ഞില്ല ഈശോ. ദൂരം കരുണാർദ്രമായിട്ടായിരിക്കും ഈശോ അവനെ നോക്കിയത്. അവൻ മനം നൊന്ത് കരഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാമും. ചിലപ്പോഴൊക്കെ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെയാണ് തെറ്റുകൾ ചെയ്തു പോകുന്നത്. അവൻ്റെ ഒരു നോട്ടമുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും വഴിതെറ്റിപ്പോകില്ലായിരുന്നു. അവൻ്റെ ഒരു നോട്ടം മതി എൻ്റെ മനസ്സും എത്ര കഠിനമായ ഹൃദയവും അലിയാൻ. നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നീ എൻ്റെ നേരെ ഒന്ന് നോക്കണം. എനിക്കതിൽ കവിഞ്ഞൊരാഗ്രഹവുമില്ല. പത്രോസിനെ പോലെ ഒന്ന് മനം നൊന്ത് കരയാൻ, എൻ്റെ കുറവുകളെ ഓർത്തൊന്ന് കരയാൻ, എൻ്റെ കുറവുകളെ ഓർത്തൊന്ന് വിലപിക്കാൻ. ഈശോയെ, നീ എന്നെ ഒന്ന് നോക്കണമേ. നീ എൻ്റെ ഉള്ളിൽ വരണം, എന്നെ ഒന്ന് തൊടണം. നിന്റെ സൗഖ്യത്താൽ ഞാനൊന്ന് നിറഞ്ഞ് സമാധാനത്തോടെ കഴിയട്ടെ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകാം നമുക്ക്. പക്ഷെ അപ്പോഴും പുഞ്ചിരിക്കാനുള്ള സാധ്യതകൾ കാണാതെ പോകരുത്. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈശോയുടെ സൗഖ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുനീരെല്ലാം സന്തോഷമായിട്ട് മാറും. ആ ഈരടികൾ പാടിക്കൊണ്ട് ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ, ആ ഈരടികൾ പാടി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ, എന്നിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ വരണേ.
വരേണേ എന്നുള്ളിൽ വാഴാൻ വരേണേ എന്നുള്ളിൽ വാഴാൻ വരേണേ എന്നുള്ളിൽ വാഴാൻ വരേണേ. ഈശോ വരണേ എന്നിൽ വരണേ എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ എന്നിൽ വരണേ എന്നുള്ളിൽ വാഴാൻ വരണേ. ഈശോ വരണേ